ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ഫ്ലുവൻ്റായി സംസാരിക്കാനും ഈസി ആയിട്ട് സംസാരിക്കാനും ഒക്കെ പറ്റിയ ഒരു ട്രിക്കാണ് ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് അതുപോലെ ഇംഗ്ലീഷ് സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിച്ചു വയ്ക്കുക എന്നത്. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് അഡ്വാൻസ് സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് വാസ് ദ ടൈം വെൻ. ആ സമയത്ത് എന്നാണ് അതിനർത്ഥം. ദാറ്റ് വാസ് ദ ടൈം വെൻ. ആ സമയത്താണ് എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്താണ് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തത്. ആ സമയത്താണ് അവൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെയൊക്കെ ആ സമയത്താണ്. എത്രയോ സിറ്റുവേഷൻസിലാണ് നമുക്ക് ആ സമയത്ത് എന്ന് ഉപയോഗിക്കേണ്ടി വരുന്നത്. നോക്കൂ എക്സാമ്പിൾസ്. ദാറ്റ് വാസ് ദ ടൈം വെൻ ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ്. ദാറ്റ് വാസ് ദ ടൈം വെൻ ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ്. ആ സമയത്താണ് അവൾ കരയാൻ തുടങ്ങിയത്. That was the time when he entered the room. That was the time when he entered the room. ആ സമയത്താണ് അവൻ റൂമിലേക്ക് പ്രവേശിച്ചത്. That was the time when it started raining. That was the time when it started raining. ആ സമയത്താണ് മഴ പെയ്യാൻ തുടങ്ങിയത്. That was the time when they left the room. That was the time when they left the room. ആ സമയത്താണ് അവർ മുറി വിട്ടു പോയത്. That was the time when he discussed the topic. That was the time when he discussed the topic. ആ സമയത്താണ് അദ്ദേഹം ആ ടോപ്പിക് ഡിസ്കസ് ചെയ്തത്. That was the time when her sister moved to Singapore. That was the time when her sister moved to Singapore. ആ സമയത്താണ് അവളുടെ സിസ്റ്റർ സിംഗപ്പൂരിലേക്ക് പോയത്. വളരെ ഈസി അല്ലേ ഇത്തരം സെൻറ്റൻസസ് ഉപയോഗിക്കാൻ? ഇനി ഒരു 2 സെൻറ്റൻസ് കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ.